ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ ധർമ്മനോട് പറയാണ്, എടാ ധർമ്മ, നീ കുറച്ച് സമയമൊന്നും മിണ്ടാതിരിക്കടാ, ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് കേൾക്കുമ്പം ധർമ്മം വിചാരിക്കും ദേവിക്ക് എന്തോ വലിയ അസുഖമാണെന്നേ. അപ്പോൾ ബാലനോട് പറയും, അളിയൻ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, ദേവിയും കൊണ്ട് നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് പോകാം. അളിയനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പം തന്നെ പോയി വണ്ടി വിളിച്ചിട്ട് വരാം. അല്ലാതെ സങ്കടപ്പെട്ട് നിന്നിട്ട് എന്താ കാര്യം? ദേവിക്ക് എന്ത് അസുഖമാണെങ്കിലും നമ്മളെല്ലാവരും കൂടി ചേർന്നത് മാറ്റിയെടുക്കുക അളിയൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഞാൻ ഇപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞ് വണ്ടി വിളിക്കാനായിട്ട് പോവാം. എടാ കഴുതേ, ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേടാ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്? ആകെ തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെ 5 മിനിറ്റ് സമാധാനത്തോടെ ഇരുത്താൻ നീ സമ്മതിക്കില്ലേ എന്നൊക്കെ ബാലൻ ധർമ്മനോട് ചോദിക്കുക. അപ്പോൾ കാര്യം എന്താണെന്നറിയാതെ ധർമ്മനാണ് വായും പൊളിച്ചിരിക്കുക. നീ ദേവിക്ക് എന്ത് മാറ്റി കൊടുക്കാമെന്നാണ് ഈ പറയുന്നത്? അവൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുക. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്നെ ശല്യപ്പെടുത്താതെ നിന്റെ വഴിക്ക് പോകാൻ, എന്നിട്ട് നീ അത് കേട്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവനെല്ലാം അറിയണം, എല്ലാം അറിഞ്ഞാലേ അവന് സമാധാനം കിട്ടുള്ളൂ എന്ന് ബാലനപ്പ പറയാം. എന്താടാ നീ ഇങ്ങനെയായി പോയത്? എന്താടാ നിന്റെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ലാത്തത്? ഇത്രയും പ്രായമായില്ലേ, അതിൻ്റെ ഒരു പക്വതയിലും കാണിക്കുക എന്നൊക്കെ ബാലൻ ധർമ്മനെ ശാസിക്കുകയാണ്. അതേസമയം അച്ഛൻ ധർമ്മനോട് വഴക്ക് പറയുന്ന കേട്ടുകൊണ്ട് ആകാശവും ആര്യനും അങ്ങോട്ട് വരിക. എന്നിട്ട് ഓടിപ്പോയി ധർമ്മനെ പിടിച്ചു മാറ്റുക. മാമ ഇങ്ങ് വന്നേ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് പറയണേ. എടാ, കാര്യങ്ങൾ അതിന് ആരും പറഞ്ഞില്ലല്ലോ. അല്ലളിയാ, നമുക്ക് വേണമെങ്കിൽ ദേവിയെ വേറെ ആശുപത്രിയിലേക്ക് മാറ്റാം, ഞാൻ വണ്ടി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് വീണ്ടും ധർമ്മൻ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. എൻ്റെ മാമ, ഞങ്ങൾ പറയട്ടെ, അത് കേൾക്കാനുള്ള ഒരു സാവകാശം കാണിക്കുക എന്നും പറഞ്ഞ് ആര്യനും ആകാശം കൂടി ഒരു വിധത്തിൽ ധർമ്മനെ ആയിട്ട് പോവാം. എടാ, കാര്യം പറയട്ടെ ഞാൻ അളിയനോട് എന്ന് അപ്പം ധർമ്മ വീണ്ടും ചോദിക്കാം. അപ്പം ബാലനാകെ സങ്കടം വരികയാണ് കേട്ടോ. എല്ലാം കൂടി ഓർത്തിട്ട് അവനോട് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ ധർമ്മൻ അങ്ങ് പോയി കഴിയുമ്പം ബാലൻ ചിന്തിക്കുക. മനസ്സൊന്നും ഇപ്പം നേരെ നിൽക്കുന്നില്ല, ആരോടെന്താ പറയുന്നതെന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോഴത്തേക്കും ആകാശ് വലിച്ചോണ്ട് പോവാ ധർമ്മനെ. എടാ, അളിയനോട് ഞാൻ വേറൊന്നും ചോദിച്ചില്ലടാ, ദേവിക്ക് എന്താ അളിയാ പറ്റിയതെന്നൊന്ന് ചോദിച്ചു പോയി. അപ്പോഴേക്കും എൻ്റെ നേർക്കങ്ങ് വന്നില്ലേ? നിങ്ങൾ പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു ആശുപത്രിയിൽ വന്ന ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നവരോട് ചോദിക്കണ്ടേ എന്തു പറ്റിയെന്ന്? അതല്ലേ ചെയ്തുള്ളൂ. വേറെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ആരും പറയും, മാമ, അച്ഛൻ്റെ സ്വഭാവം അറിയാലോ, ഉള്ളിലെ സങ്കടം വേറൊരാളോട് അച്ഛൻ തുറന്നു പറയില്ല, അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. എടാ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങളും ഈ അറ്റവും മൂലവും പറയാതെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രാമേട്ടനാണ് വിശദമായിട്ട് എന്നോടൊന്നും പറഞ്ഞുമില്ല. മാമ, അത് എടാ എന്താടാ, ഒന്ന് വാ തുറന്ന് പറയടാ, എല്ലാവരും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കത്തെ. അപ്പം ആരും പറയും, മാമ, അത് ഏടത്തിക്ക് ദേവിക്ക് എന്താ പറ്റിയത്, എന്താന്ന് വെച്ചാൽ കാര്യം പറയാം. എടാ, അവൾക്ക് എന്തെങ്കിലും വലിയ അസുഖമാണോ, ഇവിടുന്ന് മാറ്റണോ? അപ്പം ആകാശം പറയും, ഏട്ടത്തേക്ക് കുഴപ്പമൊന്നുമില്ല മാമ, പിന്നെ എന്താ നിങ്ങൾ സങ്കടപ്പെടുന്നേ? ആർക്കാടാ പിന്നെ കുഴപ്പം എന്ന് ചോദിക്കുക. അത് പിന്നെ മാമ, എന്താടാ, ഒന്ന് തെളിച്ച് പറയടാ, അത് കുഞ്ഞിന് എന്ത് പറ്റി? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ആകാശ് കരഞ്ഞുകൊണ്ട് പറയും, മാമ, ആ കുഞ്ഞ് പോയി മാമ എന്ന് പറയണേ. അത് കേൾക്കുമ്പം ധർമ്മന് ഒരുപാട് സങ്കടം വരിക. എടാ, നീ എന്താ ഈ പറയുന്നേ? കുഞ്ഞു പോയെന്നോ? അതെ മാമ, ആ കുഞ്ഞു പോയി മാമ. നമ്മളെല്ലാവരും എന്തുമാത്രം ആശിച്ചതാ, പക്ഷെ ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയണേ. അപ്പം കേട്ട വാർത്തയുടെ ഷോക്കിൽ അവിടെ കിടന്ന കസേരയിലേക്ക് നമ്മുടെ ധർമ്മനും ഇരിക്കുക. എന്നിട്ട് ആ ധർമ്മനും അവിടെ ഇരുന്ന് കരയുക. എന്തുമാത്രം ആഗ്രഹിച്ചത് ആ കുഞ്ഞിനെ, എന്നിട്ടത് നഷ്ടപ്പെടുത്തിയല്ലോടാ എന്നും പറഞ്ഞ് കരയാണ് കേട്ടോ. ധർമ്മൻ്റെ സങ്കടം കാണുമ്പം ആകാശനും ആര്യനും ഒന്നുകൂടി സങ്കടം കൂടുകയാണ് കേട്ടോ. പെട്ടെന്ന് ധർമ്മൻ എഴുന്നേറ്റിട്ട് പറയും, എനിക്കിപ്പം തന്നെ ദേവിയെ കാണണം, എനിക്ക് ദേവിയെ കണ്ടേ പറ്റൂ. അപ്പം ആകാശ് പറയും, വേണ്ട മാമ, ഇപ്പം അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ല എന്ന് പറയണേ. അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? എൻ്റെ കാര്യങ്ങളെ ഞാനാ തീരുമാനിക്കുന്നത്, ഞാൻ എന്ന് പോയി ദേവിമോളെ കണ്ടിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ആര്യം പിന്നിൽ നിന്ന് പറയും, എന്നാൽ അങ്ങോട്ട് ചെല്ല് എന്ന് പറയുകയാണെ. അപ്പോൾ ആര്യൻ്റെ ശബ്ദം മാറുമ്പം ധർമ്മൻ അവിടെ നിൽക്കുക. ഒന്നാമത് ആ പാവ എടുത്തി അവിടെ ആകെ തകർന്ന് നിൽക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഓരോരുത്തരും ചെന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന ഏടത്തേക്ക് ഒന്നുകൂടെ സങ്കടം ആവുമല്ലേ ഉള്ളൂ. മാമൻ്റെ സ്വഭാവത്തിന് അവിടെ ചെന്ന് കരഞ്ഞു വിളിച്ച് ഏടത്തെ കൂടുതൽ തകർത്താലേ മാമന് സമാധാനം കിട്ടുമെങ്കിൽ മാമൻ അവിടെ പോയി പറഞ്ഞോ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് ആര്യൻ ധർമ്മനോട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ധർമ്മനാണ് എന്ത് ചെയ്യണമെന്നറിയാതെ തലയും കുനിച്ച് നിൽക്കുക. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ പോയി ദേവിയെ കാണണ്ടെന്നാണോ? എൻ്റെ മാമ, നമ്മൾ ഈ മുഖമായിട്ട് അങ്ങോട്ട് കയറി ചെന്നാൽ ഏടത്തേക്ക് സങ്കടം കൂടുമല്ലേ ഉള്ളൂ എന്ന് അപ്പം ആകാശും ആര്യനും കൂടി ധർമ്മനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്
പറയാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ അവിടെ ഇരുന്ന് കരയുക. എങ്കിലും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയല്ലോടാ, നമ്മളൊക്കെ എന്തുമാത്രം ആഗ്രഹിച്ചതാ എന്ന് പറയാം. അപ്പോഴത്തേക്ക് ആകാശ് പറയും, നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും മാമ, വിധി ഇതായിപ്പോയി, അതിന് അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലേ പറ്റുള്ളൂ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, അതിനെ തടയാൻ നമുക്ക് സാധിച്ചില്ലല്ലോ. ഇനിയിപ്പം നടന്ന കാര്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ എന്ന് ആകാശ് പറയാം. ആര്യനാണെ ധർമ്മനോട് പറയും, ദേ നോക്കിക്കേ മാമ, ഇനി ആനന്ദേട്ടനും ദേവിയടത്തേക്കും ധൈര്യം കൊടുക്കേണ്ടതും അവരെ ഹാപ്പി ആക്കേണ്ടതും ഒക്കെ നമ്മളാ. നമ്മുടെ വാക്കുകൾ അവർക്കൊരു ഊർജ്ജം നൽകുന്ന രീതിയിലാകണം, അല്ലാതെ അവരെ തളർത്തി കളയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത്. മാമ എത്ര സങ്കടം ഉള്ളിലുണ്ടെങ്കിലും ഏട്ടൻ്റെയും ഏടത്തിയുടെ മുന്നിൽ ആ സങ്കടം നമ്മൾ പുറത്ത് കാണിക്കരുത്. മാമന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ധർമ്മനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ധർമ്മൻ തലയാട്ടും, മനസ്സിലാകുന്നുണ്ടടാ, ഞാൻ ദേവിമോക്കും ആനന്ദിനും സങ്കടം വരുന്ന രീതിയിലൊന്നും പെരുമാറില്ല എന്ന് ധർമ്മന് സങ്കടത്തോട് പറയണം കേട്ടോ. അപ്പം ആകാശിനും കരച്ചിൽ വരുവാണേ. എന്നാലും ആ കുഞ്ഞിനെ അങ്ങ് നഷ്ടപ്പെട്ടു പോയല്ലോടാ എന്ന് ചോദിക്കുക. എടാ എങ്ങനെയാടാ ഇത് സംഭവിച്ചത് എന്ന് ധർമ്മൻ ചോദിക്കുക. അത് ഏടത്തി കാല് തെറ്റി വീണതാണെന്നാ മീനു പറഞ്ഞത് എന്ന് ആകാശ് പറയാം. കാല് തെറ്റി വീഴുകയോ? ആ, കാല് തെറ്റി വീണെന്നാ പറഞ്ഞേ. ആ വീഴ്ചയിൽ വയറിടിച്ചിട്ടുണ്ടാവും, അങ്ങനെയാവും ഏടത്തിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്ന് ആകാശ് പറയുക. എന്തുമാത്രം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാ, എന്നിട്ടും. അപ്പം ആരും പറയും, മാമ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും മാമ മറക്കരുത് കേട്ടോ. ഏടത്തിയുടെ മുന്നിൽ വെച്ച് സങ്കടപ്പെടുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുത്. അതുപോലെ മാമൻ്റെ മുഖത്ത് ഒരു സങ്കടങ്ങളും വരാനും പാടില്ല, മനസ്സിലായോ എന്ന് ചോദിക്കുക. ആ മനസ്സിലായടാ, ഞാൻ ഇതുപോലെ പെരുമാറുള്ളൂ. ആനന്ദിനും ദേവിമോക്കും ഞാൻ കാരണം ഒരു സങ്കടം ഉണ്ടാവില്ല എന്ന് ധർമ്മൻ അവരോട് പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മീനു ദേവിയുടെ അടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ദേവി ഒന്നും മിണ്ടാതെ ഒരേ വസ്തുവിലേക്ക് തന്നെ ദൃഷ്ടി പായിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്ന മീനുവിന് സങ്കടം വരിക. അപ്പോൾ ഡോക്ടറുടെ വാക്കുകളാണ് മീനുവിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ദേവിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഡ്രോമയുണ്ട്. ആ ഡ്രോമ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സൂയിസൈഡ് ടെൻഡൻസി ദേവിക്ക് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് മീന് ചോദിക്കും, ഏടത്തി എന്താ ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയും, ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്ന് ദേവി തിരിച്ച് നമ്മുടെ മീനുവിനോട് ചോദിക്കും. ഏടത്തി എന്താ ഈ പറയുന്നത്? ആരും കരയുന്നില്ലല്ലോ ഇവിടെ. പേടിക്കണ്ട മീനു, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുന്ന പോലെ തോന്നി. എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല മീനു, എൻ്റെ തോന്നലാ. എനിക്കറിയാം എൻ്റെ കുഞ്ഞ് എന്നെ ഇട്ടിട്ട് പോയില്ലേ, എല്ലാം എൻ്റെ തോന്നലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കാതിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുക, മരിച്ചു പോയ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ ഇനി എങ്ങനെ കേൾക്കാനാ? അല്ലേ, എനിക്കൊരു കുഴപ്പമില്ലെന്നേ. നിങ്ങൾ ആരും ഭ്രാന്താന്ന് കരുതേ വേണ്ട. ഈ സമയത്ത് മനസ്സ് കൈവിട്ടു പോകാൻ ഒരു കാരണവശാലും ഇടത്ത് സമ്മതിക്കരുത്. ഞങ്ങളൊക്കെയല്ലേ കൂടെ, സമാധാനത്തോടെ ഇരിക്കുക. എനിക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല മീനു എന്ന് പറയാം. എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയാണ്. എടുത്ത് എന്തൊക്കെയായി പറയുന്നത്? സത്യം എനിക്ക് ജീവിക്കാൻ തോന്നുന്നേ ഇല്ല മോളെ എന്ന് മീനുവിനോട് പറയാം. ഞാൻ ചിലപ്പം എടുത്ത് എന്താ പറഞ്ഞു വരുന്നേ എന്നപ്പം മീനു ചോദിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. എനിക്ക് അത്രയ്ക്ക് പ്രതീക്ഷയില്ല ഇനി ജീവിതത്തോട്. എടുത്തി എന്തൊക്കെയായി പറയുന്നേ? എടുത്തി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് എന്ന് മീനു കരഞ്ഞോണ്ട് ചോദിക്കൂട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനത്തെ ചിന്തകളൊന്നും മനസ്സിൽ വരാൻ പാടില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയാൻ കേട്ടോ. ഏടത്തി അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം മീനു ജീവിച്ചിരിക്കില്ല, നോക്കിക്കോ. ഏടത്തി അത് മറക്കരുത് എന്നും പറഞ്ഞ് മീനു ദേവിയെ ഇവിടെ പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ ദേവിക്ക് വരുവേ. മീനു നീ ഇങ്ങനെയൊന്നും പറയല്ലേ മീനു, നീ സത്യസന്ധമായിട്ട് പറ, എൻ്റെ അശ്രദ്ധ കൊണ്ടാണോ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത്? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, അതല്ലേ സത്യം എന്ന് ദേവി വീണ്ടും ചോദിക്കുകയാണേ. ആ ബഹളത്തിനിടയിലേക്ക് പോകരുതെന്ന് ആനന്ദേട്ടൻ പല തവണ എന്നോട് പറഞ്ഞിട്ടുള്ളതാ, റൂമിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളതാ. അതനുസരിക്കാത്തതിൻ്റെ ഫലമല്ലേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത്. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അതിൻ്റെ ശിക്ഷയല്ലേ. ഇതിനെല്ലാം കാരണം ഞാൻ ഒറ്റ ഒരുത്തിയാ, എൻ്റെ തെറ്റുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞ് സ്വയം കുറ്റം ഏറ്റെടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ ദേവി. ഏടത്തി എന്തൊക്കെയായി പറയുന്നേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് ആരുടെയും തെറ്റുകൊണ്ടല്ല, നമ്മുടെ തെറ്റുകൊണ്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? അത് സംഭവിച്ചിരിക്കും. ഇതല്ലെങ്കിൽ വേറൊരു കാരണം, അത് സംഭവിച്ചിരിക്കും ഏടത്തി. അങ്ങനെ ചിന്തിക്കുക, അതാണ് ജീവിതം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം നടക്കുമെങ്കിൽ അതൊരിക്കലും ജീവിതമാകില്ലല്ലോ
എടുത്തി എന്ന് പറയാണ് കേട്ടോ മീനു. ഇനി അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പോകാതെ തളർന്നു പോയിന്ന് തോന്നും, പക്ഷെ ഒരിക്കലും നമ്മൾ ജീവിതത്തോട് തോറ്റു കൊടുക്കരുത്. വീണെടുത്തു നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ഏടത്തിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഏടത്തിയെ തോൽപ്പിച്ച വിധിയെ ഏടത്തി തോൽപ്പിക്കേണ്ടത് എഴുന്നേറ്റ് മുന്നോട്ട് ഓടിക്കൊണ്ടായിരിക്കണം. മനസ്സിലായോ പറയുന്നേ എന്ന് മീനു ചോദിക്കാം. അപ്പം ദേവി പറയും, മീനു എനിക്കതിനുള്ള കരുത്തൊന്നുമില്ല, എനിക്കൊന്നുമില്ല മീനു, എനിക്കതിന് കഴിയുമോ എന്ന് ചോദിക്കുക. ഏടത്തിക്ക് സംശയമുണ്ടോ കഴിയുമെന്ന്? ഏടത്തി നല്ല സ്ട്രോങ് അല്ലേ, ഏടത്തിക്ക് അതിനൊക്കെ സാധിക്കും എന്ന് മീനു അപ്പം പറയണം കേട്ടോ. പക്ഷേ ഏടത്തിക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് ഒരു സംശയമില്ല, ഏടത്തിക്ക് കഴിയും എന്നും പറഞ്ഞ് മീനു ഭയങ്കരമായിട്ട് നമ്മുടെ ദേവിയെ പ്രോത്സാഹിപ്പിക്കുകയാണേ. അപ്പോൾ അവിടേക്കൊരു നേഴ്സ് വരികയാണ് കേട്ടോ. നാളെ ദേവിക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് പേപ്പറുകളും കുറച്ച് മെഡിസിൻ വാങ്ങാനുള്ള നോട്ടും എല്ലാം കൂടി കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവി പറയും, വീട്ടിലോട്ട് പോവുകയാണല്ലേ നമ്മൾ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് മാറുമോ മീനു എന്നൊക്കെ ചോദിക്കുക. ഏടത്തിക്ക് ഒരു കുഴപ്പമില്ല, ഏടത്തി ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടും. മീനു നീ എങ്ങും പോവല്ലേ, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണേ എന്ന് പറയാണ്. ഏയ് ഇല്ല, ഞാൻ എങ്ങും പോവില്ല കേട്ടോ, എടുത്ത് സമാധാനത്തോടെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് മീനു ആശ്വസിപ്പിക്കാം. ഇതേ സമയം നമ്മുടെ ആനന്ദും പുറത്ത് സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ ആനന്ദിൻ്റെ അടുത്തേക്ക് മീനു ചെല്ലുകയാണ്. എന്നിട്ട് പറയും, ആനന്ദേട്ടാ ഏടത്തിക്ക് നാളെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടേ എന്ന് ആനന്ദിനോട് പറയാം. ആനന്ദ് വേറൊരു ലോകത്ത് തന്നെയാണ്. അതെ, മീനു പറയുന്നതൊന്നും കേൾക്കുന്ന പോലുമില്ല. അപ്പം പതിയെ തോളി തട്ടി വിളിക്കും, ആനന്ദേട്ടാ ആനന്ദേട്ടാ എന്ന് ഇച്ചിരി ഒച്ചത്തെ വിളിക്കും കേട്ടോ. എന്താ മീനു എന്നും അപ്പം മീനുവിനോട് ചോദിക്കും കേട്ടോ. നീ എന്തായാലും പറഞ്ഞോ, ഏടത്തിയെ നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു, നമുക്ക് രാവിലെ ഏടത്തെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ പറ്റും എന്ന് വീണ്ടും മീനു പറയാണ് കേട്ടോ. ദേവി വീട്ടിലേക്ക് വരുന്നോ? നീ എന്താ ഈ പറയുന്നേ? ഏടത്തി വീട്ടിലേക്ക് വരാതെ പിന്നെ എവിടേക്കാണ് പോകണ്ടേ ആനന്ദേട്ടാ എന്നപ്പോൾ മീനു ചോദിക്കാം. ദേവി അവളുടെ വീട്ടിലേക്കല്ലേ പോകണ്ടേ എന്ന് ആനന്ദ് പറയാം. എന്തൊക്കെയായി പറയുന്നേ? ദേവിയുടെ വീട്ടുകാരെ വിളിച്ച് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറയൂ, അതാ വേണ്ടത് എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പം മീനു ആണേ ആനന്ദിനോട് എന്ത് പറയണമെന്നറിയാതെ അവിടെ ഇരിക്കുക. എന്താ ഈ ആനന്ദേട്ടൻ പറയുന്നത് എന്നും പറഞ്ഞ് പിന്നാലെ ചെല്ലുക. എന്നിട്ട് ആനന്ദിൻ്റെ അടുത്ത് പോയി വീണ്ടും ഇരിക്കുക. ആനന്ദേട്ടാ അതെങ്ങനെ ശരിയാകുക? ആനന്ദേട്ടൻ എന്താ ഈ പറയുന്നത്? അതെന്താ ശരിയാകാത്തേ? ആനന്ദേട്ടാ ഈ സമയത്ത് ഏടത്തിയെ അങ്ങോട്ട് വിട്ടാൽ അത് ശരിയാവില്ല. ഏടത്തി നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ തന്നെ വേണം എന്ന് മീനു ആനന്ദിനോട് പറയാണ്. അപ്പോൾ ആനന്ദിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ നിന്നൊന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിലേ ഏടത്തി ദേവമംഗലത്ത് തന്നെ ഉണ്ടാവണം എന്ന് മീനു വീണ്ടും പറയാണ് കേട്ടോ. ഏടത്തിയുടെ അവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. നമ്മുടെയൊക്കെ സ്നേഹവും കരുതലും പരിചരണവും സാമീപ്യവും ഒക്കെ ഏടത്തിയെ മാറ്റിയെടുക്കും, പഴയ ദേവിയടത്തിയായിട്ട് മാറ്റും. പക്ഷേ അവൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലോ ദേവിയുടെ അച്ഛനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം നിങ്ങൾക്ക് മടിയാണെങ്കിൽ എന്ന് ആനന്ദ് പറയാം. അയ്യോ അതൊന്നും വേണ്ട, അത് ശരിയാക്കില്ല എന്ന് മീനാക്ഷി പറയും. അവർ വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ, അതാ നല്ലത്, അതാ വേണ്ടത് എന്ന് പറയാം. ആനന്ദേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? പെട്ടെന്ന് ആനന്ദിൻ്റെ കാല് തെറ്റി വീഴാൻ തുടങ്ങുക. ആനന്ദേട്ടാ സൂക്ഷിച്ച് നടക്കുക എന്ന് മീനു ഒപ്പം ആനന്ദിനോട് പറയാണ്. ഇതെന്താ ആനന്ദേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പം ആനന്ദേട്ടനോ എടുത്തി അവഗണിക്കുകയാണോ? ആനന്ദേട്ടൻ അങ്ങനെ ചെയ്യില്ല. ആനന്ദേട്ടനും ദേവിയെടുത്തിയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഏടത്തിയുടെ സങ്കടവും വേദനയും കാണാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. ഏടത്തി പോയിക്കോട്ടെ എന്ന് കരുതിയത്, അല്ലാതെ ആനന്ദേട്ടൻ ഒരിക്കലും ഇങ്ങനൊന്നും പറയത്തില്ല എന്നൊക്കെ മീനു ചിന്തിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അവിടേക്ക് വിട്ടാൽ അത് ശരിയാകില്ല എന്ന് മീനു മനസ്സിലിങ്ങനെ പറയുവാണേ. സമയം പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവിക്കുള്ള ഡിസ്ചാർജ് സമ്മറിയും എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത ശേഷം അവർ ദേവിയും കൂട്ടി പോകാനായിട്ട് തുടങ്ങാം. അപ്പോൾ ബാലൻ ചോദിക്കും, അല്ല ആനന്ദ് എവിടെ? ദേവിയും കൂട്ടി വരേണ്ടത് ആനന്ദല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഗോമതി പറയും, ദേവിമോളുടെ അടുത്ത് കാണും ബാലേട്ട എന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെല്ലുക. അവിടെ ആനന്ദിനെ കാണില്ല കേട്ടോ. പിന്നെ അവരെല്ലാവരും കൂടി ദേവീനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് വണ്ടിയിൽ ഇരുത്തുകയാണ്. അപ്പോൾ ആനന്ദും വണ്ടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കൃഷ്ണമംഗലത്ത് നിന്ന് എല്ലാവരും നോക്കുകയാണ്, എന്താ അവിടെ അവർ തിരിച്ചെത്തിയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം ദേവിനെ ഒരു വിധത്തിൽ മീനുവും നമ്മുടെ ഗോമതിയും കൂടി പിടിച്ച് നിർത്തി വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആനന്ദ് വണ്ടിയിൽ തന്നെ ഇരിക്കുക. അത് കാണുന്ന ആകാശും ആര്യനും കൂടി അടുത്തേക്ക് ചെല്ലുക. ഏട്ടാ വീടെത്തി, ഇറങ്ങുക എന്ന് പറയുക. വീടെത്തിയല്ലേ, ഇറങ്ങുക എന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞും ഒരടി നടുക്കാൻ പറ്റാതെ വീട് തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആനന്ദ്. ആനന്ദിനെ ഒരു വിധത്തിൽ അകത്തേക്ക് ആര്യനും ആകാശും കൂടി കൊണ്ടുപോകുക. അപ്പം ധർമ്മനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പം ബാലൻ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയും, എടാ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇനി
കടയിലേക്ക് എന്തായാലും ഇല്ല. ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കട്ടെ, ദേവിമോളുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ. ആനന്ദനും ഇപ്പം എൻ്റെ സാമീപ്യം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കടയിലെ കാര്യങ്ങളൊക്കെ നീയും രാമേട്ടനും കൂടി വേണം നോക്കാൻ. നീ വീട്ടിലിരിക്കാതെ കടയിലേക്ക് കറക്റ്റായിട്ട് ചെല്ലണം എന്ന് പറയാണ് കേട്ടോ. അപ്പം ധർമ്മം പറയും, ഞാനും എന്നാൽ ഇവിടെ ഇരുന്നാലോ എന്ന് ചോദിക്കുക. ഏയ്, എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന കടയിലെ കാര്യം ആരും നോക്കും? അതാകെ മൊത്തം അവതാളത്തിലാകില്ലേ? നീയും രാമേട്ടനും വേണം കടയിലെ കാര്യങ്ങൾ നോക്കാൻ. എനിക്ക് എന്തായാലും വരാൻ പറ്റാത്ത സാഹചര്യമല്ലേ, ഞാൻ എന്നാൽ അകത്തോട്ട് ചെല്ലട്ടെ എന്ന് പറയുമ്പം ധർമ്മൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. ദേവിയെ കൊണ്ട് റൂമിലാക്കുകയാണ് ഗോമതി മീനുവും കൂടി. അപ്പം റൂമിൽ കുഞ്ഞിനായിട്ട് ആനന്ദ് മേടിച്ച തൊട്ടിലും ഒക്കെ ഇരിക്കുന്ന കാണുമ്പം ദേവിക്ക് ഒരുപാട് സങ്കടം വരിക. നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി ആശിച്ച് മോഹിച്ച് ഓരോന്നും മേടിച്ചതാണല്ലോ കുഞ്ഞെ, അതൊന്നും കാണാൻ നിൽക്കാതെ ഈ അമ്മയും അച്ഛനും ഉപേക്ഷിച്ച് എൻ്റെ കുഞ്ഞങ്ങ് പോയി കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ട് ദേവി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ആനന്ദും ആകെ തകർന്നു വന്ന് ആ ബെഡിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ആനന്ദ് വരുന്ന കാണുമ്പം ദേവി അടുത്തേക്ക് ചെല്ലുക. ആനന്ദേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ദേവി വിളിക്കുമ്പം ആനന്ദ് വിളി പോലും കേൾക്കുന്നില്ല. വീണ്ടും അടുത്ത് വന്നിരുന്ന് പയ്യെ വിളിക്കാൻ തുടങ്ങുമ്പം ദേവിയുടെ കൈ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുക. നീ എന്നെ തൊട്ടു പോകരുത്, എന്നെ തൊടാനുള്ള അവകാശമൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു. ആനന്ദേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ കുഞ്ഞിനെ നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെയല്ലേ ആനന്ദേട്ട എന്ന് ചോദിക്കുക. അല്ല, നിനക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. നീ ഒറ്റ ഒരുത്തിയാ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നിയടി? ഇനി നിൻ്റെ ഒരു കള്ളത്തരത്തിലും ഈ ആനന്ദ് വീഴാൻ പോകുന്നില്ല എന്ന് പറയാണ്. ആനന്ദേട്ട, എൻ്റെ തെറ്റുകൊണ്ടല്ല കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്, ആനന്ദേട്ടനൊന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ദേവി ആനന്ദിനോട് കെഞ്ചുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പറയും, നീ ഒന്നും പറയണ്ട, നിന്റെ കുമ്പസാരം ഒന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലും അല്ല. എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിട്ട് നിനക്ക് എങ്ങനെ തോന്നി എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കവലപ്രസംഗം നടത്താൻ എന്നൊക്കെ ആനന്ദ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി ആകെ തകർന്ന് നിൽക്കുക. ദേവിയോട് വളരെയേറെ അവഗണനയും ദേഷ്യവുമാണ് ആനന്ദ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാം.